ഹലോ എവരി വൺ, വെൽക്കം ടു ദിഷ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് MTSൻ്റെ ഒരു നോൺ കണ്ടൻറ്റും ആയിട്ടാണ്. കാണുന്ന പോലെ തന്നെ GK മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MTS നേടാൻ കഴിയുമോ എന്ന ഒരുപാട് പേരുടെ ഡൗട്ടിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം SSC CGL വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ SSC CGL വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന മെയിൻ എക്സാമിനേഷൻ പിന്നെ വരുന്ന എന്താണ്, SSC MTS തന്നെയാണ്. കാരണം ഇപ്പം നമ്മുടെ എക്സാം കലണ്ടർ പ്രകാരം കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ അവർ എന്ത് ചെയ്യുകയാണ്, CGL അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞൊരു ടൈമായിരുന്നു, സെപ്റ്റംബറിൽ തന്നെ വിളിക്കുകയാണ്. അപ്പോൾ MTS എന്താണ്, ഒക്ടോബർ നവംബർ എന്ന് പറഞ്ഞൊരു ടൈമാണ് നമ്മുടെ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവർ എന്ത് വിളിക്കുമായിരിക്കും, നമ്മുടെ MTSും വിളിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി പ്രിപ്പറേഷൻസിന് വേണ്ടിയുള്ള ടൈം മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്കിനി എക്സാംസ് അടുക്കാറായി, വിത്തിൻ 1 or 2 months എല്ലാ എക്സാംസും ഇങ്ങനെ കഴിഞ്ഞ് പോകും. അപ്പോൾ നമുക്ക് എന്താണ്, ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം, നല്ല എനർജറ്റിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതിനുള്ള ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. കാരണം GK മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് പേരുടെ ഡൗട്ട്സ് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ MTS എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം ചെയ്യുന്ന പറഞ്ഞാൽ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. 10th കഴിഞ്ഞ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷനാണ്. ഒരൊറ്റ ടയർ മാത്രമേ എക്സാമിനേഷൻ ഉള്ളൂ. ടയർ 1 പാസ്സായാൽ നിങ്ങൾ ജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ എന്തായിരിക്കും, ടാസ്ക് തന്നെയാണ്, ഒരു ചലഞ്ച് പോലെ തന്നെയാണ്. ടയർ 1 മാത്രമേ ഉള്ളതുകൊണ്ട് ഇച്ചിരി എന്തായിരിക്കും, നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസിയാണ്. 10th ലെവൽ ബേസിലാണ് വരുന്നെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ. കാരണം ഒരുപാട് പേര് എക്സാം എഴുതും, വാക്കൻസീസ് ചിലപ്പോൾ ഇതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യും. ബട്ട് നമ്മൾ എന്താണ്, ഈ വർഷം തന്നെ MTSൽ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് മാക്സിമം എന്ത് ചെയ്യണം, പരിശ്രമിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. എക്സാം സിലബസ് വരുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെയാണ്, 2 സെഷനാണുള്ളത്. സെഷൻ 1 ഉണ്ട്, സെഷൻ 2 ഉണ്ട്. ഒരേ ദിവസം തന്നെ, ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, ഒരേ ദിവസം തന്നെയാണ് ഇത് നടക്കുന്നത് കേട്ടോ. ഒരേ ദിവസം തന്നെ 2 സെഷൻ നടക്കും. സെഷൻ 1 ആയിട്ടും സെഷൻ 2 ആയിട്ട് ഒരേ ഇരുന്ന പൊസിഷനിൽ നിന്ന് മാറാണ്ട് നമ്മൾ ആദ്യത്തെ 45 മിനിറ്റ് എന്തായിരിക്കും, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സെഷൻ 1 ആയിരിക്കും കാണിക്കുന്നത്. അടുത്ത 45 മിനിറ്റ് കഴിയുമ്പോൾ അത് ക്ലോസ് ആവും. അടുത്ത 45 മിനിറ്റിൽ എന്ത് വരും, സെഷൻ 2 ആയിട്ടുള്ള നമ്മുടെ GKയും ഇംഗ്ലീഷും വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോക്കസ്, MTS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റ് ഏതായിരിക്കണം, GKയും ഇംഗ്ലീഷും. ഈ GKയും ഇംഗ്ലീഷിലും തറവായിട്ടൊരു നോളജ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോർ തന്നെ ഏതിലെടുക്കാൻ പറ്റും, നമ്മുടെ GKയ്ക്കും ഇംഗ്ലീഷിലും എടുക്കാൻ പറ്റുമെന്ന് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ സെഷൻ 1 വരുന്നത് എന്താണ്, നമുക്ക് ക്വാളിഫയിങ് മാർക്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ. ക്വാളിഫയിങ് മാർക്സ് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. മാത്സും ഉണ്ട്, റീസണിങ്ങും ഉണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മാത്സ് ആൻഡ് സിമ്പിൾ റീസണിങ് ആയിരിക്കും. അപ്പോൾ അത് എല്ലാ പേർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് വരുന്നത്, നമുക്ക് 40 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 20 വീതം 40 ക്വസ്റ്റ്യൻസ്. എത്ര മാർക്കിന്, 120 മാർക്കിനാണ്. ഇൻറ്റു 3 എന്നുള്ള രീതിയിലാണ് നമുക്ക് മാർക്കിംഗ് പോകുന്നത് കേട്ടോ. ഇൻറ്റു 3 എന്നുള്ള രീതിയിൽ, അതായത് 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത്. ഇവിടെ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ് നമ്മുടെ സെഷൻ 1 വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്വാളിഫൈ ആവാനുള്ള മാർക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഷൻ ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങളുടെ രണ്ടാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. ആ ഒരു കാര്യമാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 120ൽ ഇത്ര മാർക്ക് എന്നുണ്ടാകും. നമുക്ക് 120ൽ ഒരു 40 കിട്ടിയാൽ പോലും നമ്മൾ ജയിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ 50 എന്നുള്ള ഒരു റേഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. 120ന് 50, അവിടെ ആ ഒരു ക്വാളിഫയിങ് മാർക്സ്. കാരണം ഇതെന്ത് ചെയ്യത്തില്ല, ലാസ്റ്റ് ടോട്ടൽ എടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യത്തില്ല, ഒരിക്കലും കൂട്ടത്തില്ല. ഈ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചുമ്മാ നമ്മൾ ക്വാളിഫൈ ആവാൻ വേണ്ടി മാത്രം, നമ്മൾ സെക്ഷൻ 2ൽ നമുക്ക് അത്യാവശ്യം വിവരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം 120ന് 50 മാർക്ക് കിട്ടിയാലും നിങ്ങൾ ക്വാളിഫൈ ആയി കഴിയും. 40, 36 റേഞ്ച് ആ ഒരു രീതിയിലും ക്വാളിഫൈ ആവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ 50 എന്നുള്ള റേഞ്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഫസ്റ്റ് സെഷൻ ക്വാളിഫൈ ആവും. മാത്സിലും റീസണിങ്ങിലും അത്യാവശ്യം എബിലിറ്റി ഉണ്ടായിരുന്നാൽ മാത്രം മതി. അതിപ്പോൾ നമ്മളെന്താണ്, റീസണിങ് മാത്സും ഒക്കെ 10th ബേസ് ലെവലായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി നിങ്ങൾ സ്കോർ ചെയ്യാൻ എവിടെയാണ് നിൽക്കേണ്ടത്, ജനറൽ അവയർനെസ്സിലും, അതായത് GKയ്ക്കും ഇംഗ്ലീഷിനുമാണ് അവിടെ പ്രാധാന്യം. GKയ്ക്കും ഇംഗ്ലീഷിനും എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണ്, 50 × 3 150 മാർക്കിനാണ് വരുന്നത്. കാരണം 25 വീതമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, 25 ഈച്ച് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഒരു നെഗറ്റീവ് മാർക്ക് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകും. 1 മാർക്കാണ്, -1 ആണ്, 1 മാർക്കാണ് പോകുന്നത്.
നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആദ്യത്തെ സെഷനിൽ നെഗറ്റീവ് ഇല്ല, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പക്ഷേ രണ്ടാമത്തെ സെഷൻ എത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല ബലം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം വായിച്ച് നല്ല പോലെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് മാത്രം. കാരണം സമയമുണ്ട്, അത്യാവശ്യത്തിന് സമയമുണ്ട്. നമുക്ക് എത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ, ഇതേ കണ്ടോ, 50 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എത്ര മിനിറ്റത്തേക്ക്, 45 മിനിറ്റത്തേക്ക് 50 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ വായിച്ച് നല്ല പോലെ ആ സെൻറ്റൻസുകളെ മനസ്സിലാക്കി എല്ലാ നോളജും നമ്മൾ എന്താണ് മെമ്മറൈസ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ തെറ്റിക്കാണ്ട് മാക്സിമം എങ്ങനെ അതിനെ ശരിയാക്കാന്നുള്ള രീതിയിൽ പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം GK മാത്രം പഠിച്ചാൽ നമുക്ക് അത്രയും നല്ലൊരു മാർക്ക് കിട്ടുമോ? GK ഇപ്പോൾ എത്ര പഠിച്ചാലും എത്രയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, 75 മാർക്കേ കിട്ടുകയുള്ളൂ. എവിടെ ഇംഗ്ലീഷും കൂടെ പഠിച്ചാൽ മാത്രമേ എത്ര കിട്ടുകയുള്ളൂ, 75. എങ്ങനെയാണ് കട്ട് ഓഫ് ചെയ്യുക? 180-ന് എത്ര വരും? നമുക്ക് 180-ന് അത്യാവശ്യം ഒരു 120 എബോവ് മാർക്ക് നമുക്ക് എന്തായാലും കട്ട് ഓഫ് റേഞ്ച് വരാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നല്ലപോലെ 2 സെഷനിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഈക്വൽ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിനും GKക്കും കൊടുക്കണം. ഇനിയുള്ള ഡേയ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ 2 മണിക്കൂർ ഇംഗ്ലീഷിനും 2 മണിക്കൂർ നമ്മുടെ GKക്കും കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 മണിക്കൂറല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണ്, അപ്പം പഠിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ്. 2 മണിക്കൂർ രാവിലെ ഇംഗ്ലീഷും 2 മണിക്കൂർ വൈകിട്ട് എന്തിനും കൊടുക്കുക, നമ്മുടെ GKക്കും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യുക, ആ ടോപ്പിക്സ് കറക്റ്റ് അനലൈസ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ 25-ന് 3 മാർക്കാണ് കറക്റ്റ് ആൻസർ. നെഗറ്റീവ് 1 ആ നെഗറ്റീവ് പോവാണ്ട് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാനാണ് അവിടെ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരേണ്ടത് MTS വാക്കൻസീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്തവണ നമുക്ക് എന്താണ്, അത്യാവശ്യം നല്ലൊരു വാക്കൻസിയാണ് വിളിച്ചത്. കഴിഞ്ഞ തവണ 1000 എബോവ് മാത്രമേ വാക്കൻസി ഉണ്ട്. അതായത് 2000-നകത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാക്കൻസീസ് വന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇത്തവണ നമുക്കൊരു 10,000 അടുപ്പിച്ച് വാക്കൻസീസ് ഉണ്ട് അല്ലേ. 10,000 അടുപ്പിച്ച് വാക്കൻസി, 9583 വാക്കൻസി ഉണ്ട്. അതിൽ MTSന്റെ വാക്കൻസി, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ MTS എന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ നമുക്കറിയാം MTS എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നതും ഉണ്ട്, നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട്, ഹവൽദാർ പോസ്റ്റും ഉണ്ട്. MTS ആൻഡ് ഹവൽദാർ ആയിട്ടാണ് ഒരുമിച്ചാണ് വിളിക്കുന്നത് MTSന്റെ എക്സാമിനേഷൻ. ഹവൽദാർ എന്ന് പറഞ്ഞാൽ വാച്ച് ഗാർഡ് പോസ്റ്റ് ആണ്. അതെന്താണ്, അതിലൊരു ഫിസിക്കലും കൂടെ കാണും. ഓക്കെ, അപ്പോൾ അവിടെ മാർക്ക് ചിലപ്പോൾ കുറച്ച് വാങ്ങിച്ചാൽ മതിയായിരിക്കും. അതങ്ങനെ നമുക്ക് ടോട്ടലി പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ഹവൽദാറിന്റെ വാക്കൻസി എന്താണ്, നമ്മുടെ MTSനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടുവാണെങ്കിൽ അവിടുത്തെ എന്ത് ചെയ്യും, കട്ട് ഓഫ് ചിലപ്പോൾ കൂടും. കാരണം നമുക്ക് MTSനും ഹവൽദാറിനും എന്താണ്, സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ്. ഒരേ ദിവസം ഒരേ എക്സാമിനേഷൻ തന്നെയാണ് എഴുതുന്നത്, പക്ഷേ MTSന് ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് വരും, ഹവൽദാറിന് ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് വരും. കാരണം ഹവൽദാറിന് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു കുറച്ച് കട്ട് ഓഫ് വരുന്നത് കവർ ചെയ്യുന്നവർ ആ ഫിസിക്കലും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ലാസ്റ്റ് ഒരു ഫൈനൽ ഇതെന്ത് ചെയ്യത്തുള്ളൂ, മാർക്ക് അവർ അനൗൺസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് വരുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, 130 റേഞ്ചിൽ മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 1000 സംതിങ്ങേ നമുക്ക് എന്തുണ്ടായിരുന്നുള്ളൂ, വാക്കൻസീസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് വന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 137, 38 ആ ഒരു റേഞ്ചിലാണ് വന്നത്. നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ കട്ട് ഓഫ് വന്നത് കേട്ടോ. കേരളത്തിൻ്റെ കട്ട് ഓഫ് അത്യാവശ്യം ഏകദേശം OBC എന്നോ അല്ലെങ്കിൽ ജനറൽ എന്നോ ഒന്നും അങ്ങനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാനില്ല, ഡിഫറൻസ് പറയാൻ പോലും ഇല്ലായിരുന്നു. 137, 134, 132 ഇങ്ങനെയായിരുന്നു SC STക്കും. അവർ 127 ആയിരുന്നു STക്ക് വന്നത്. അപ്പം ഏകദേശം അടുത്തടുത്തുള്ള ഒരു എന്തായിരുന്നു വന്നത്, കട്ട് ഓഫ് റേഞ്ച് തന്നെയാണ് വന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 130 നോക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ സേഫ് ആണ്. ഇപ്പോൾ നമുക്ക് ഇത്രയും വാക്കൻസി ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 130 റേഞ്ചിൽ തന്നെ പഠിക്കുക. കാരണം നിങ്ങൾക്ക് എന്ത് വേണം, നല്ല ഒരു മാർക്ക്, നിങ്ങൾ സേഫ് ആയിരിക്കണം. കാരണം നിങ്ങളിപ്പോൾ ഇത്രയും ആൾക്കാർ എഴുതുകയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇന്ത്യ മൊത്തമുള്ള ആൾക്കാർ എഴുതുകയാണ്. ഒരു 12 ലക്ഷം അല്ലെങ്കിൽ 24 ലക്ഷത്തിന് അടുപ്പിച്ച ആൾക്കാരെ എഴുതുമ്പോൾ നിങ്ങൾ അതിൽ ഒരു 10,000 വേക്കൻസിക്ക് വേണ്ടിയാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഓക്കെ, അപ്പം നല്ല മാർക്ക് കിട്ടുന്നവർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അപ്ഗ്രേഡ് ആയിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സേഫായിട്ട് ഒരു സ്കോർ സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100 എബോവ് കിട്ടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 130ലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അറിയാം ഇംഗ്ലീഷും GKയും ആണ് നമുക്ക് വേണ്ട മാർക്കില്ലാതെ. ഇംഗ്ലീഷിനും GKക്കുമാണ് മാർക്ക് വാങ്ങിക്കേണ്ടത് നമ്മൾ. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്കൊക്കെ ചെയ്ത് നിങ്ങൾ സെറ്റ് ആവണം. ഇംഗ്ലീഷ് നന്നായിട്ട് തറവായിട്ട് വൊക്കാബ് സെക്ഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 130+ മാർക്സ് എന്തായാലും മേടിക്കാൻ പറ്റും. നമുക്ക് ഇപ്പം കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത ഒരു മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ GKയുടെയാണ്. കാരണം GK എവിടെ നിന്ന് ചോദിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമുക്കൊരു പർട്ടിക്കുലർ പോർഷൻസ് ഉണ്ട്, അതത്രയും നമ്മൾ പഠിച്ചാൽ പോലും ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നെങ്കിലും മാറിയും തിരിഞ്ഞും ഒക്കെ വരാം.
അത് നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് എവിടെയാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ഇംഗ്ലീഷിലാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് GK മാത്രം പഠിച്ചിട്ട് കാര്യമല്ല. ഇംഗ്ലീഷിൽ പക്കാ സ്കോർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ GK ഒന്ന് ബാക്ക് അടിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അത്രയും ബാക്ക് അടിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും കുറയണമെന്നല്ല, അത്യാവശ്യം ഒരു റേഞ്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ MTSനും ഹവൽദാറിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ്. ഹവൽദാറിന് വേക്കൻസി കുറവായതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, കട്ട് ഓഫ് കൂടി വരാം കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ MTS വലിയ പോസ്റ്റാണ്, ക്ലറിക്കൽ പോസ്റ്റാണ്, ഹവൽദാർ ഒരു ചെറിയ പോസ്റ്റാണ്, അങ്ങനെയൊന്നുമില്ല. പോസ്റ്റിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ സാലറി ഡിഫറൻസോ ഉള്ളതുകൊണ്ട് കട്ട് ഓഫ് കുറയും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എപ്പോഴും കോമ്പറ്റീഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ലൊരു സ്കോർ മേടിക്കാൻ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപയോഗം മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു 120+ അല്ലെങ്കിൽ 130+ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാങ്ങാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങളിപ്പോൾ 120 റേഞ്ചിലെങ്കിലും നിങ്ങൾ എത്തിയെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്ന് തന്നെ വിചാരിച്ച് നന്നായിട്ട് പഠിക്കുക. കാരണം ഇത് വിത്തൗട്ട് നോർമലൈസേഷൻ ആണ്. ഇവിടെ ഞാൻ നോർമലൈസേഷൻ കൂട്ടുന്നില്ല, കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ ഇപ്പോഴേ തരുന്നില്ല. കാരണം നോർമലൈസേഷൻ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് എന്തായിരിക്കും 4 മാർക്കായിരിക്കും, ചിലർക്ക് 5 മാർക്കായിരിക്കും, ചിലപ്പോൾ 1 മാർക്കും കാണത്തില്ല, ചിലർക്ക് 10 മാർക്ക് കിട്ടും. അതുകൊണ്ട് അതൊന്നും ഇപ്പം പറയാതെ തന്നെ നിങ്ങൾ എത്ര മേടിക്കണം, 130 റേഞ്ചിൽ മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം. അത്രയും മാർക്ക് വാങ്ങിച്ച് സെറ്റായിട്ട് നല്ലപോലെ MTS എക്സാം എഴുതാൻ എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് GKയുടെ ടോപ്പിക്സ് ഒന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് ആ ടോപ്പിക്സ് കിട്ടണമെന്നുള്ളൊരു കാര്യം പറയാം. GKയുടെ ടോപ്പിക്സ് എങ്ങനെയാണ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത്. ജിയോഗ്രഫിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ബേസ് ആയിട്ട് തന്നെ പഠിക്കുക. പിനാക്കിള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബുക്സ് മേടിച്ച് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. ജിയോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി ഉണ്ടല്ലോ, നമ്മുടെ നെയ്ബറിങ് കൺട്രീസ്, നമ്മുടെ ബൗണ്ടറീസ്, അത് കഴിഞ്ഞ് നമ്മുടെ സീ ബോർഡേഴ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്റ്റും നിങ്ങൾ അറിഞ്ഞിരിക്കണം. റീസെൻ്റ്ലി നടക്കുന്ന എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ പുതുതായിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ജിയോഗ്രഫിക്കലി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പോലെ എന്തൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ, സോളാർ സിസ്റ്റം തൊട്ട് ഇങ്ങനെ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ നടക്കുന്ന പല കാര്യങ്ങൾ വരെ, സോയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആൻഷ്യൻറ്റ്, മിഡീവൽ, നമ്മുടെ മോഡേൺ ഇന്ത്യ, ആ ഒരു രീതിക്ക്. എക്കണോമിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സർവേ പോലെയുള്ള 5 ഇയർ പ്ലാൻസ്. ഒരുപാട് പേര് ചോദിച്ചു 5 ഇയർ പ്ലാൻസിൽ ടാർഗറ്റ് ഒക്കെ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല, ചോദിക്കുന്നുണ്ട്. കാരണം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റുകളുണ്ട്, അതായത് 7.2 എന്നൊക്കെ പറയുന്ന ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്ത ടൈമുകളുണ്ട്. അപ്പം അങ്ങനെ ആ ടാർഗറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കാരണം എങ്ങനെ വേണം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. 5 ഇയർ പ്ലാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ ആയിക്കോട്ടെ, നമ്മുടെ സെൻസസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഏതിൽ കയറി വരും, എക്കണോമിക്സിൻ്റെ പാർട്ടിൽ നിന്നും കയറി വരാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസ്, അതെല്ലാം എന്ത് ചെയ്യുക, ഇവിടെ പഠിച്ച് പോകാൻ ശ്രമിക്കുക. പിന്നെ ജനറൽ പൊളിറ്റിക്സ് നിങ്ങൾക്ക് അറിയാം, എന്താണ് പൊളിറ്റിക്സിൽ വരുന്ന ആർട്ടിക്കിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അമെൻമെൻറ്റ്സ്, പുതിയ രാജ്യസഭ, അങ്ങനത്തെ മിനിസ്റ്റേഴ്സ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പ്രസിഡന്റ് പോലെയുള്ള, ഗവർണർ പോലെയുള്ള പ്രത്യേക സ്പെഷ്യൽ പ്രൊവിഷൻസിലുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കാൻ ശ്രമിക്കുക. സയൻസിലും എന്തുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതെന്ത് ചെയ്യുക, ചെറിയ 1-2 മാർക്കിന് എന്ത് ചെയ്യാം ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, PYQ സെക്ഷൻ മാത്രം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സ്റ്റാറ്റിക് GK ആണെങ്കിൽ ആർട്സ്, കൾച്ചർ, സ്പോർട്സ്, അങ്ങനത്തെ എല്ലാം സ്റ്റാറ്റിക് GK ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുന്നത്. കറണ്ട് അഫേഴ്സിനെക്കാളും കൂടുതൽ വരുന്നത് സ്റ്റാറ്റിക് GK ആയിരിക്കും. അപ്പം നിങ്ങൾ സ്റ്റാറ്റിക് GK പോർഷൻസ് നന്നായിട്ട് പഠിക്കുക. അതിനെ ബെസ്റ്റ് ബുക്കാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലാക്ക് ബുക്കിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ജനറൽ അവയർനെസ്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്, അതിലെല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. അത് വാങ്ങിച്ചു വെച്ച് പഠിക്കാം. എങ്ങനെ വേണോ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആണെന്നൊന്നും കരുതാതെ തന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഡാൻസ് പോലെയുള്ള ബുക്സ് ആൻഡ് ഓതർ അവാർഡ്സ്, ഇതെല്ലാം എപ്പോഴും എന്തിനാ റിലേറ്റഡ് ആയിരിക്കും, കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. നമ്മൾ സ്റ്റാറ്റിക് GK എന്ന് പറയണമെങ്കിൽ ആ ഒരു ഇപ്പം രാജസ്ഥാനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഇവന്റ് നടന്നതുകൊണ്ടായിരിക്കും ആ രാജസ്ഥാനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കയറിയ ഒരു സംഭവത്തിന് റിലേറ്റഡ് ഫാക്റ്റ് ആയിരിക്കാം ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണൽ ന്യൂസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഡാൻസ് പേഴ്സണാലിറ്റീസോ അല്ലെങ്കിൽ ആർട്ട് പേഴ്സണാലിറ്റീസോ ആർക്കെങ്കിലും എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിലോ, അവർ ഏതെങ്കിലും മിനിസ്റ്ററായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ എന്തെങ്കിലും അവർ എന്തെങ്കിലും ഒരു ഫേമസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, റീസെൻ്റ്ലി ഫേമസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് എന്ത് ചോദിക്കാം, അവരുടെ കുറിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എന്ത് ചെയ്യുക, പഠിച്ച് പോകണം. GK എന്ത് ചെയ്യുക, ഡെയിലി അപ്ഡേറ്റ് കൊടുക്കണം. നിങ്ങൾ ദിവസവും എന്ത് ചെയ്യുക,
ഒരു 3-4 മണിക്കൂറെങ്കിലും ജി കെക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. എല്ലാ എക്സാമിനേഷൻ ആയാലും ഏതൊരു എക്സാമിനേഷൻ ആയാലും ജി കെക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് മാർക്ക് കുറയുന്ന ഒരേ ഒരു സ്ഥലം ജി കെ ആയിരിക്കും. ആ ഒരു ജി കെ പോർഷൻ നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കോർ കാർഡ് വരുമ്പോൾ നല്ലൊരു മാർക്കിംഗ് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജി കെയിൽ അത്യാവശ്യം നല്ല സ്കോർ സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, നാഷണൽ ഓർഗനൈസേഷൻസ്, സ്കീംസ്, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമുകൾ, ഒരു 2010 മുതലേ ഉള്ള സ്കീമുകൾ പഠിച്ചാലും കുഴപ്പമില്ല. കാരണം സ്കീംസ് അറിയണം, ഗവൺമെൻറ് സ്കീംസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ക്യാൻസൽ ചെയ്ത് കളയാനെങ്കിലും ചിലപ്പോൾ പറ്റിയെന്ന് വരും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ജി കെ ആയാലും ഇംഗ്ലീഷിനായാലും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം ജി കെ വരുന്നത് എത്ര മാർക്കിന്? 25 മാർക്കിന്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും വരുന്നത് എത്ര മാർക്കിന്? 25 മാർക്കിന്. ഈ 25 നമുക്ക് എത്ര കിട്ടിയാലേ നമ്മൾ സേഫ് ആവത്തുള്ളൂ? വരുന്നത് 75 എന്നുള്ള രീതിയിൽ നമുക്ക് എത്രയാണ്? 150 മാർക്കാണ് വരുന്നത് അല്ലേ? 150 മാർക്കാണ് വരുന്നത്. ഈ 150-ന് നമ്മൾ എത്ര മേടിക്കണം? 130 റേഞ്ചിലെങ്കിലും മാർക്ക് മേടിക്കണം. അതാണ് നമ്മുടെ സേഫ് സ്കോർ. നമ്മുടെ സേഫ് സ്കോർ എപ്പോഴും എന്തായിരിക്കും? 130+ എന്നുള്ള രീതിയിലാണ്. 130 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ 25-ൽ എത്ര ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യണം. ഇംഗ്ലീഷിൽ പക്ക പറഞ്ഞു കഴിഞ്ഞാൽ 25 മാർക്കും സേഫ് ആയിട്ട് മേടിച്ചാൽ, അല്ലെങ്കിൽ ഒരു 24 മാർക്കെങ്കിലും മേടിക്കണം. നിങ്ങൾ 24 മാർക്ക് മേടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 72 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, 72 മാർക്ക് കിട്ടും. പിന്നെ ഇവിടെ ഒരു 20 ക്വസ്റ്റ്യൻ എങ്കിലും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും മാക്സിമം അറ്റൻഡ് ചെയ്യണം. 25 ക്വസ്റ്റ്യനിൽ 20 മാർക്ക് വാങ്ങിക്കാന്നോ, 20 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം 5 മാർക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്ന് നമ്മൾ ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കാം, നമ്മൾ കേൾക്കാത്ത ഫാക്റ്റുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജി കെ ഒരിക്കലും നമുക്ക് കറക്കി കുത്താനുള്ള ഒരു ചാൻസ് ഒരിക്കലും ഉണ്ടാക്കരുത്. കാരണം അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ, അതങ്ങ് വിട്ടാൽ മതി. വെറുതെ മാർക്ക്, നമുക്ക് ഒരു മാർക്കായാലും അതിനെന്താണ്, അതിൻ്റേതായ വാല്യൂ ഉണ്ട്. നമുക്ക് അതൊന്നും എന്ത് ചെയ്യുക, നെഗറ്റീവ് അടിക്കാണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, 25-ൽ 20 ക്വസ്റ്റ്യനെ എനിക്ക് അറിയാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജി കെ കാണുക. ജി കെ അങ്ങനെ തന്നെ കണ്ടുപഠിക്കുക. അല്ലാതെ ജി കെയിൽ ചെന്ന് ചുമ്മാ കിടന്ന് നമ്മൾ കറക്കി കുത്തിയിട്ട് കാര്യമില്ല. അത് എപ്പോഴും പറയണതാണ്. ജി കെ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ കേട്ട് പരിചയമുള്ള വേർഡാണ്. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജി കെ എന്ത് ചെയ്യാൻ പോകരുത്, കുത്താൻ പോകരുത്, നെഗറ്റീവ് കുത്താൻ പോകരുത് ദയവ് ചെയ്ത്. കാരണം ജി കെക്ക് നമ്മുടെ പ്രഷ്യസ് മാർക്സ് ആണ്. അത് നമ്മൾ ചിലപ്പം ചിലതൊക്കെ നമ്മൾ ചിലപ്പോൾ കറക്കി കുത്തുമ്പോൾ ശരിയാവും. അങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. 50-50 ചാൻസസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും ചെയ്യാണ്ടിരിക്കുക. ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട. ജി കെയിൽ 20 മാർക്ക് സ്കോർ ചെയ്താൽ ഇംഗ്ലീഷിൽ എത്രയെങ്കിലും സ്കോർ ചെയ്യണോടാ. നമ്മളൊരു 23 റേഞ്ചെങ്കിലും, 23 2 ക്വസ്റ്റ്യൻ നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ 2 എണ്ണം തെറ്റിപ്പോയാലും നമുക്ക് അവിടെ സീനില്ല. 25 അറ്റൻഡ് ചെയ്യുക, 25 അറ്റൻഡ് ചെയ്യുക എന്നും പറഞ്ഞ് വലിച്ചു വാരി എല്ലാം കൂടെ അറ്റൻഡ് ചെയ്ത് അറിഞ്ഞുകൂടാത്തതും കൂടെ അറ്റൻഡ് ചെയ്യണമെന്നല്ല. അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവണം. ആ ക്വസ്റ്റ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് അവിടുത്തെ തെറ്റെന്ന് മനസ്സിലാക്കണം. എറർ ഡിറ്റക്ഷൻ കൃത്യമായിട്ട് ചെയ്യണം. അതിന് നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടായാലേ പറ്റുള്ളൂ. നമ്മളിനി സ്മാർട്ടായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. അതായത് പ്രാക്ടീസിങ് മാത്രമേ ചെയ്യാനുള്ളൂ ഇനി. കാരണം ഇംഗ്ലീഷിൻ്റെ എറർ സ്പോട്ടിംഗ് ഉണ്ടല്ലോ, എത്രയോ എറർ സ്പോട്ടിംഗ് ഉണ്ട്. അതെല്ലാം നോക്കി ഇങ്ങനെ എന്ത് ചെയ്യുക, പഠിക്കുക, എഴുതുക, റൂൾസ് എഴുതുക, എന്തുകൊണ്ട് അവിടെ തെറ്റ് പറ്റി എന്ന് എഴുതി പഠിച്ച് അതെന്ത് ചെയ്യുക, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഇംഗ്ലീഷ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല സ്കോർ മേടിക്കാൻ പറ്റത്തുള്ളൂ. ജി കെയുടെ സ്കോർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്താത്ത ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെ സ്കോർ മസ്റ്റായിട്ട് നിങ്ങൾക്ക് മേടിക്കാം. ബേസാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ബേസാണ്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സംഭവമേ വരത്തുള്ളൂ. ഈവൻ വൊക്കാബ് സെക്ഷൻ പോലും അത്രയും ഹാർഡായിട്ടൊന്നും കയറി വരത്തില്ല. ഒരു ആവറേജ് ലെവലിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം ഇംഗ്ലീഷിൽ ഒരു 23 ക്വസ്റ്റ്യൻസും അത് കഴിഞ്ഞ് ജി കെയിൽ ഒരു 20 ക്വസ്റ്റ്യനെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴേ ആ ഒരു ബേസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അല്ലാതെ ജി കെ മാത്രം നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പക്കാ സ്കോർ എടുക്കേണ്ടത്. അപ്പോൾ ജി കെ മാത്രം പഠിച്ചാൽ പോരാ. എന്താണ് പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ, ഇംഗ്ലീഷാണ് നമുക്ക് ഉറപ്പുള്ള മാർക്ക്. അത് വേണം നന്നായിട്ട് സെറ്റാക്കാൻ. ഇംഗ്ലീഷ് നല്ല തറവായിട്ട് സെറ്റാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജി കെയിലും അതിനനുസരിച്ചൊരു മാർക്കിംഗ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ എന്താണ്, വെറും സിമ്പിളായിട്ടുള്ള സെക്ഷൻ നമ്മുടെ വൊക്കാബ് സെക്ഷൻ, സിനോണിംസ്, ആൻറ്റോണിംസ്, വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഫ്രേസസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒറ്റ ഒരു ബുക്ക് മാത്രം മതിയല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ. ഒരു ബുക്ക് മാത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഏതാണത്? ഒറ്റ ഒരു ബുക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ബുക്കിൻ്റെ ബുക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വൊക്കാബ് സെക്ഷൻ പക്ക ക്ലിയർ ആവും. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഡെയിലി വൊക്കാബ് സെക്ഷൻ റീഡ് ചെയ്യണം.
നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, 2-5-6 വേർഡ്സ് എടുത്ത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗമേ ചെയ്യത്തുള്ളൂ. എപ്പോഴും പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വേർഡ് പഠിച്ചു, അതിന് ഇന്ന അർത്ഥം വന്നു, പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ വേറൊരു വേർഡ് പഠിക്കുമ്പോൾ അതിനും ഇതേ അർത്ഥമായിട്ട് സിമിലാരിറ്റി തോന്നണമെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ആഡപ്പ് ചെയ്ത് പോകണം. ഒരു വേർഡിന് തന്നെ പല പല ഇംഗ്ലീഷ് ഇതുണ്ടായിരിക്കുമല്ലോ, വേർഡ്സ് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ വേർഡ്സ് ഒക്കെ ഒരുമിച്ച് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളായിട്ട് തന്നെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പോയാൽ മാത്രമേ ഉപയോഗമുള്ളൂ. ചുമ്മാ കാണാതെ പഠിക്കരുത്. ഒരു ടൈമെങ്കിലും അല്ലെങ്കിൽ ഒരു 2 ടൈമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് എഴുതുക. ആ ഒരു ഇംഗ്ലീഷ് വേർഡ് ഇന്നതാണ്, അതിൻ്റെ മലയാളവും കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പം എഴുതി പോവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓ ഇതിൻ്റെ വേർഡ് ഈ ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സിനോണിംസ്, ആൻറ്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഫ്രേസസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ഇത്രയാണ് വൊക്കാബ് സെക്ഷനിൽ നിന്ന് വരുന്നത്. പിന്നെ വരുന്നത് എന്താ, എറർ സ്പോട്ടിംഗ് ആണ്. എറർ സ്പോട്ടിംഗ് എന്ന് പറയുമ്പോൾ ടെൻസിൻ്റെ എറർ സ്പോട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ്, ഓൺ, ഓഫ്, ഇന്ന്, അറ്റ്, ഫോർ, സിൻസ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിപ്പോസിഷൻ വെച്ചിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നെയ്തർ നോർ, ആ കണക്റ്റീവ് വേർഡ്സുകളുണ്ട്, നെയ്തർ നോർ, എയ്തർ ഓർ, ബോത്ത്, ആൻഡ്, ഇതൊക്കെ ചേർക്കുമ്പോൾ വരുന്ന റൂൾസിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 101 റൂൾസ് ഉണ്ട്. ഒന്നീ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറേ ഐഡിയാസ് കിട്ടും. ഓ ഇത് ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതൽ. നല്ല പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയാണ് ആ ഡൗട്ട് അല്ലെങ്കിൽ ഇവിടെയാണ് ആ മിസ്റ്റേക്ക് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. നമുക്കതറിയാമല്ലോ, നമുക്ക് കുറേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ കളിക്കൊടുക്കലൊക്കെ വരുന്ന ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, ആദ്യം നോക്കുക ഇന്നടുത്താണ് ആ ഒരു ചേഞ്ച് വന്നത്, ഇതേ ചേഞ്ച് തന്നെയായിരിക്കും അടുത്ത ദിവസം വരുന്ന സംഭവങ്ങളിൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഈ നമ്മൾ എന്ത് പറയുന്നത്, ഒരു സാധനം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾക്ക് അത് ക്ലിക്കായി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും, ആ മിസ്റ്റേക്സ് തന്നെയായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. മെജോറിറ്റി നമുക്ക് എന്ത് വരും, എറർ ഡിറ്റക്ഷനിൽ ടെൻസസ് ആയിരിക്കും. അത് പാസ്റ്റിലാണോ, പ്രസൻറ്റിലാണോ, ഫ്യൂച്ചറിലാണോ ആ സെൻറ്റൻസ് പോയെന്ന ബേസിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിനെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ GKക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. നമ്മൾ കേട്ട് മറന്നിട്ടുള്ള GKയൊക്കെ തന്നെ ചോദിക്കും. നമ്മൾ ഫെസ്റ്റിവൽസ്, ഡാൻസ്, അതുപോലെ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മുടെ മിഡീവൽ പീരീഡിലെ കാര്യങ്ങൾ, ഗാന്ധിജിയുടെ പീരീഡിലെ കാര്യങ്ങൾ, നമ്മുടെ സത്യാഗ്രഹ, ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. വളരെ പൊളിറ്റിക്സിലെ ആർട്ടിക്കിൾസ്, ഇതൊക്കെ നമ്മൾ കേട്ട് മറന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നമ്മളൊന്ന് എന്ത് ചെയ്യാൻ മതി, റിവൈസ് ചെയ്താൽ മതി. പക്ഷെ പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, തെറ്റിപ്പോകരുത്. നമ്മൾ എന്ത് ചെയ്യുക, കേട്ട് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിക്കുക, വീണ്ടും അതെന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. അതിനുവേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താണ്, PYQ സെക്ഷൻസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അറിയാലോ, ജംബിൾഡ് സെൻറ്റൻസ്, ക്ലോസ് ടെസ്റ്റ്, ഇതൊക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട്, അതായത് 1-2 മാസമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഉഴപ്പരുത്, ദയവീത് ഉഴപ്പരുത്. ക്ലാസ്സസ് കാണുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് നന്നായി എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കാരണം ക്ലാസ് ഒക്കെ സെറ്റ് ആവണം. ഇതിനുള്ളിൽ ക്ലാസ് സെറ്റ് ആയവരായിരിക്കും. ഇനി ഒന്നേന്ന് ഇതിൽ ക്ലാസ് ഒന്നും പഠിക്കാനില്ല. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മുടെ GKക്കും ക്ലാസ്സസ് ഒന്നും ഇനി കാണേണ്ട ഒരു ആവശ്യവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ ആ ഒരു പ്രിപ്പോസിഷൻ്റെ അല്ലെങ്കിൽ ഓൺ വന്നപ്പോൾ ഇതെന്താ ഇവിടെ ഓൺ വന്നത്, ഞാൻ നോക്കിയപ്പോൾ ഇന്നാണല്ലോ വന്നത്, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കാണും. അതെന്തുകൊണ്ടാണ് അവിടെ ഓൺ ചേർത്തുകൂടാ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 4 സിൻസ് ഒക്കെ പറയുന്ന സമയത്ത് അയ്യോ ഞാൻ വിചാരിച്ചു ഇവിടെ സിൻസ് ആണ് അല്ലെങ്കിൽ 4 ആണ്, അപ്പോൾ അതെന്തുകൊണ്ട് അവിടെ 4 അല്ലെങ്കിൽ സിൻസ് വന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കുക. അതിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ ഗൂഗിളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ കറക്ഷൻസ് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ എന്തും കൂടെ കൊണ്ടുപോവുക, ബുക്സും കൂടെ അപ്ഡേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ബുക്സിൻ്റെയും കൂടെ ഒരു റെഫറിങ് നടന്നുകൊണ്ടിരിക്കുക. കാരണം ബുക്സിൽ ഇത്ര ദിവസവും ഞാൻ ഇത്ര പേജസ് വെച്ച് കവർ ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ദിവസം 100 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടേ കിടക്കുകയുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ മതി. അത് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ കരുതി പോവുക. 100 ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾ എറർ സ്പോട്ടിങ്ങിൽ നിങ്ങൾ ചെയ്തു പോകാൻ, അല്ലെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, അതിൻ്റെ അനലൈസിങ്ങും കൂടെ, അതായത് നിങ്ങളിപ്പം ആ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യം കൂടെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മെമ്മറൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ, നല്ല ലെവലിലുള്ള ഒരു സ്കോർ തന്നെ എന്തിലും നേടാൻ പറ്റും, ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പറേഷൻസ് നടത്തുക. അപ്പോൾ ക്ലാസ് കാണുക, ബുക്കിനെ റെഫർ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. അത് മാത്രമേ ഇനി നിങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ എന്ന് തന്നെ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഇനി എന്തിൽ നോക്കി പഠിക്കും എന്നുള്ളൊരു ഡൗട്ടാണെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ YCT എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാഫ് സെലക്ഷൻ്റെ ബുക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. YCTക്കാർ, അതായത് റെയിൽവേയുടെ ബുക്ക് ഇറക്കുന്ന YCTക്കാർ SSC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് Tier 1-നും Tier 2-നും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജനറൽ സ്റ്റഡീസാണ്. അത് വാങ്ങിച്ച് പഠിക്കുക. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ റെയിൽവേക്കുള്ളത് കൊണ്ട്, MTSനുള്ളതുണ്ട്, CGLനുള്ളതുണ്ട്. അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാം. വിത്ത് എക്സ്പ്ലനേഷനും വിത്ത് നല്ല കീ പോയിന്റ്സും ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മേടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും റെഫർ ചെയ്യുന്ന ആളാണ് പിനാക്കിളിൻ്റെ എറർ സ്പോട്ടിങ് ഒരു 100-150 ഓരോ നമ്മുടെ ഈ MTS പരമായിട്ട് അല്ലെങ്കിൽ CGLൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് പറഞ്ഞ് തന്നെ തരാറുണ്ട്. അപ്പോൾ അതും നോക്കി ഇത് പഠിക്കണമെങ്കിൽ അതും എന്താണ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല ബുക്സും അവൈലബിൾ ആണ്, ഏറ്റവും നല്ല ക്ലാസ്സസും അവൈലബിൾ ആണ്. എങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്. നിങ്ങൾ ഇംഗ്ലീഷും GK മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, MTS ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ GKയുടെ സെക്ഷൻ കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് GKക്ക് പ്രത്യേകം ആര് ബുക്ക് ഇറക്കാറുണ്ട്, പിനാക്കിൾ ബുക്ക് ഇറക്കാറുണ്ട്. അല്ലെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ ഗോഡ് ഫാദറിൻ്റെ ബുക്ക് വാങ്ങിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് അങ്ങ് കവർ ആവും. ഇനി അതിലൊന്നും കവർ ഇച്ചിരി വാസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു CGL ലെവലുള്ളവർക്കാണ് എന്തിൻ്റെ ആവശ്യം കൂടുതലും, ഗോഡ് ഫാദറിൻ്റെ ആവശ്യം കൂടുതൽ. ഇല്ലാത്തവർ MTSന് പഠിക്കുന്നവരൊക്കെ സ്റ്റാറ്റിക് GKയുടെ ഈ ഒരു എഡിഷൻ വാങ്ങിച്ച് പഠിച്ചാലും ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് അതും വാങ്ങിച്ച് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടൈം അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. ഇത്രയും ബുക്സും നല്ല ബുക്സ് തന്നെയാണ്. ഓക്കെ, ആ ബുക്സിൽ ഏതെങ്കിലും ഒരു ബുക്കെങ്കിലും വാങ്ങിച്ചു വെച്ച് പഠിച്ചാൽ നിങ്ങൾ സെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ബ്ലാക്ക് ബുക്കിൻ്റെ വൊക്കാബ് സെക്ഷൻ ആണെങ്കിൽ വൊക്കാബിന് ഏറ്റവും ബെസ്റ്റ് ഏത് തന്നെയാണ്, ഇംഗ്ലീഷ് ബ്ലാക്ക് ബുക്ക് തന്നെയാണ്. അതെന്ത് ചെയ്യുക, ഡെയിലി ഒരു 15 വേർഡ്സ് അല്ലെങ്കിൽ 20 വേർഡ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലെവലപ്പിലാക്കി നിങ്ങൾ എന്ത് ചെയ്യും, പോവുക തന്നെ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാമർ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് പഠിക്കുക. ഇനി എന്ത് ചെയ്യുക, പഠിക്കാനൊരു ടൈം ഇല്ല, ഇനി ഒള്ളി എന്താണ് എനിക്ക് PYQ സെക്ഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, SSC ഇംഗ്ലീഷിൻ്റെ നമ്മുടെ പിനാക്കിളിൻ്റെ ബുക്സ് വാങ്ങിച്ച് വെച്ച് പഠിക്കാം. എന്താണ് ഒള്ളി വർക്കൗട്ട് സെക്ഷൻ, PYQ മാത്രം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് ചെയ്ത് പഠിക്കുക. മോക്ക് ചെയ്യണം, ഡെയിലി സെക്ഷണൽ മോക്ക് ചെയ്യണം. ഡെയിലി ഒരു 5 സെറ്റ് സെക്ഷണൽ മോക്കെങ്കിലും ചെയ്താൽ മാത്രമേ ഒരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ, അതായത് എറർ സ്പോട്ടിങ്ങിന് അല്ലെങ്കിൽ സെൻറ്റൻസ് കറക്ഷനിൽ ഒരു ടോപ്പിക്കിൻ്റെ ഒരു 3-4 സെറ്റെങ്കിലും ചെയ്തിട്ടേ നിങ്ങൾക്ക് എന്തുള്ളൂ, യൂസ് ഉള്ളൂ. ഒറ്റ സെറ്റൊന്നും ചെയ്തിട്ട് ഒരു യൂസും ഇല്ല. കാരണം അത് അപ്പോഴങ്ങ് മറക്കും. നമ്മൾ 5 സെറ്റെങ്കിലും മിനിമം എന്ന് പറഞ്ഞൊരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. GK പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് തന്നെ റെഫർ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് പഠിക്കണം, ടോപ്പിക് ബേസ് പഠിക്കണം. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PYQ സെക്ഷൻ മാത്രം അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും എന്താണ്, ഈക്വലി ഏതിനുണ്ട്, 2 സെക്ഷനിലും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആകെ 2 സബ്ജക്റ്റ്, MTS മാത്രമാണ് ഹോപ്പ് ചെയ്യണമെങ്കിൽ 2 സബ്ജക്റ്റ് മാത്രം നല്ല മുൻതൂക്കം കൊടുത്ത് പഠിച്ചാൽ മതി. ലാസ്റ്റ് വീക്കൊക്കെ എത്തുമ്പോൾ മാത്രം മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ഒരു എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്ക് വീതം അറ്റൻഡ് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു ഫുൾ ടെസ്റ്റ് മോക്ക് അറ്റൻഡ് ചെയ്താൽ മതി MTSൻ്റെ. ഓക്കെ, അപ്പം മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബുക്സ് വാങ്ങിച്ച് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വിചാരിച്ച നേടാവുന്ന ഒരു മാർക്ക് തന്നെയാണ് 130 മാർക്സ് എന്ന് പറയുന്നത്. അത് വലിയൊരു ടാസ്ക് അല്ല. കാരണം 10th ലെവൽ ബേസിസിലാണ്. കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കട്ട് ഓഫ് കൂടുന്നേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. ഇനി എന്ത് ചെയ്യുക, വേസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല. നമുക്കിനി അടുത്ത എക്സാമിനേഷൻ വരുന്ന എപ്പോഴാണ്, അടുത്ത വർഷം ഇതേ ഒരു ടൈമിലായിരിക്കും. അത്രയും വർഷം നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്ന, വേസ്റ്റ് ചെയ്ത് കളയാതെ എന്ത് ചെയ്യുക, ഈ വർഷം തന്നെ മാക്സിമം ജോലിക്ക് കയറാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ പേർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. നന്നായിട്ട് GK മാത്രം പഠിച്ചാൽ പോരാ, ഇംഗ്ലീഷും അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് മുൻതൂക്കം കൊടുത്ത് പഠിച്ച് GK നല്ല പോലെ ഒരു തറവാക്കി എടുത്തു കഴിഞ്ഞാൽ, സെക്ഷണൽ എന്താണ് എന്നും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും MTS നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.